നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹെക്സിൻ്റെ NLP സീരീസിൽ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ, നമ്മൾ സ്വയം ചെയ്യേണ്ട ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് പറയുന്നത്. ഈ NLP എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എല്ലാ കാര്യവും നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത് കാച്ചി കുറുക്കി 4 പോയിന്റ്സ് ഉണ്ട്. ഈ 4 പോയിന്റ്സിൽ ഏതാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ്. നമ്മൾ സ്വയം 4 ചോദ്യങ്ങൾ ചോദിക്കണം. NLP ചേഞ്ചസ് അല്ലെങ്കിൽ NLP ജേർണിയിൽ തുടങ്ങുന്നതിന് മുമ്പ് ജേർണിയിൽ ഉടനീളം നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ 4 ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആൽക്കഹോളിസം എടുക്കുക. ക്രോണിക് ആൽക്കഹോളിസം അല്ല, വെറും ആൽക്കഹോളിസം മാത്രം എടുക്കുക. നമുക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ള ഒരു ആൽക്കഹോളിസം. നമ്മൾ സ്വയം ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം, വാട്ട് ആം ഐ മൂവിങ് ടുവേഴ്സ്? ഞാൻ ഏത് ഡിസൈഡ് സ്റ്റേറ്റിലേക്കാണ് മാറാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്? നമ്മളതിൽ വിഷ്വലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഡിസൈഡ് സ്റ്റേറ്റ് ആൽക്കഹോളിസം ഇല്ലാതെ നമ്മൾ സമാധാനവുമായി അല്ലെങ്കിൽ ആവശ്യത്തിന് സേവിങ്സുമായി നമ്മൾ ഫാമിലി അല്ലെങ്കിൽ ജോലിയിൽ ഉടനീളം പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസൈഡ് സ്റ്റേറ്റ് ആയിട്ട് മനസ്സിൽ കാണുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈ ആം ഐ മൂവിങ്? എന്തിനാണ് ഞാൻ മാറുന്നത്? ഇപ്പം ഇരിക്കുന്ന പോലെയൊക്കെ ഇരുന്നാൽ പോരെ, ഞാൻ എന്തിനാണ് മാറേണ്ടത്? ഞാൻ മാറേണ്ട കാര്യം എന്താണ്? അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അത് എന്തൊക്കെ വാല്യൂസ് ആയിരിക്കും നമ്മളെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇനി ആ വാല്യൂസും പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാകും, നമുക്ക് പുറത്തുനിന്ന് അക്വയർ ചെയ്യേണ്ട വാല്യൂസ് ആകും. മൂന്നാമത്തെ ചോദ്യം, ഹൗ വിൽ ഐ ഗെറ്റ് ദേർ? നമ്മൾ എങ്ങനെ ഡിസൈഡ് സ്റ്റേറ്റിൽ എത്തും? നമ്മൾ പോകേണ്ട സ്ട്രാറ്റജി എന്താണ്? ആൽക്കഹോളിസത്തിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് എന്തിനാണ് പോകുന്നത്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെ അവിടെ എത്തും? നമുക്ക് ഒറ്റയ്ക്ക് ആൽക്കഹോളിസം പറ്റിയെന്ന് വരില്ല. അപ്പോൾ പല പല സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾസ് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരാം, വീര്യമുള്ള ലിക്വറുകൾ കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ പല സ്ട്രാറ്റജീസ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ഇതുപോലെ ഏത് എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നോ ആ എക്സാമ്പിളിന് സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുക. ഇനി ഈ സ്ട്രാറ്റജി നമുക്ക് മറ്റു പലരുടെയും ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ എപ്പോഴും സ്ട്രാറ്റജി സ്വയം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തത് അവസാനത്തെ 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ശരിയാകാതെ പോയാൽ എന്ത് ചെയ്യും? വാട്ട് ഇഫ് സംതിങ് ഗോസ് റോങ്? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ശരിയാകാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്താണ് ഒരു പ്രതിവിധി, വേറൊരു പ്ലാൻ എന്താണ്? അതായത് ഇവിടെ നമ്മൾ റിസ്ക് മാനേജ്മെന്റും കണ്ടിജൻസി പ്ലാനിങ്ങുമാണ് എടുക്കുന്നത്. അതായത് ഒരു പ്ലാൻ എ ഫെയിൽ ആയെങ്കിൽ പ്ലാൻ ബി എന്താണ്? പ്ലാൻ ബി ഫെയിൽ ആയെങ്കിൽ പ്ലാൻ സി എന്താണ്? NLP നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. അതുകൊണ്ട് NLP ഫുൾ നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു കാര്യം ശരിയായില്ലെങ്കിൽ നമ്മളത് എങ്ങനെ ശരിയാക്കും? ഈ 4 ചോദ്യങ്ങൾ മനസ്സിൽ വെക്കുക. ഈ 4 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക, സ്വയം ചോദിക്കുക. ഓക്കെ, ഇനി മറ്റൊരു നഗറ്റ്സുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നു. ടിൽ ദെൻ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ ബൈ.